ഹായ്, നമുക്കിന്ന് സ്പെഷ്യൽ ഞണ്ട് കറിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി, പച്ചമുളക്, സവോള, പിന്നെ 2 തക്കാളി കൂടി വേണം. പിന്നെ ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. ആൾ നന്നായിട്ട് ഞണ്ട് കറി വെക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് ആൾ ബേക്കിൽ നിന്നിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം തന്നെ പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് 3-4 ഉലുവ ഇട്ട് കൊടുക്കണം. പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്യുമ്പം അതിനകത്ത് വെള്ളമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുള്ളിയും സവോളയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഏകദേശം ആയിക്കഴിയുമ്പം ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയിരുന്നു, അതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. കറിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ഈ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾ മൺചട്ടിയിൽ കറി വെക്കുവാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിവിടെ പാത്രങ്ങളൊക്കെ ഒരുപാട് കുറവാണ്. മൺചട്ടിയൊന്നും അങ്ങനെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റിക്കിൽ തന്നെ ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.